മൗനരാഗത്തിലെ കാർത്തികയായി അഭിനയിക്കുന്ന വർഷയാണ് ഗസ്റ്റ്. നമസ്കാരം വർഷ. ഞാൻ ആ സമയത്ത് വർഷ നിക്കാമച്ചിന്നാക്കി. എവിടെയൊക്കെ കേട്ട ഒരു ജൂനിയർ മഞ്ജു വാര്യരാണെന്ന്. അല്ല, എനിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫിലിമിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അഭിനയിക്കുക, ഡാൻസിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഓട്ടംതുള്ളിൽ പഠിച്ചുകൊണ്ടാണ് ഓട്ടംതുള്ളിൽ സിനിമയിലേക്ക് എത്തി. എന്തൊരു തമാശ. ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു എന്റെ കല്യാണം. ഒരു 19.5 വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു. ലവ് മാരേജ് ആയിരുന്നു. എപ്പോഴായിരുന്നു അപ്പൊ ആ ഒരു റിയലൈസേഷൻ, എനിക്കിത് വേണ്ട അല്ലെങ്കിൽ എന്റെ ലൈഫ് വേറെയാണ് എന്നുള്ളൊരു തോന്നലൊക്കെ എപ്പോഴാ തുടങ്ങിയത്? ചില ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റക്ക് ആവാന്ന് പറയില്ലേ, അതേപോലെ ഇപ്പൊ സൂര്യനോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളൊക്കെ ഉള്ളിൽ തട്ടുന്ന അത് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. പെൺകുട്ടികളോട് അപ്പൊ എന്താ പറയാനുള്ളത് വർഷക്ക്? കല്യാണം എന്നതല്ല നിങ്ങളെ ഒരു മെയിൻ എയിം. പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, നല്ലൊരു ജോലി വാങ്ങിക്കുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക. ജീവിതത്തിൽ നല്ല നല്ല പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം, ഞാൻ സൂര്യ സുജി. സീരിയൽ ടുഡേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആരാന്നറിയോ? സീരിയൽ കാണുന്ന പ്രേക്ഷകരുടെ രോമാഞ്ചം. ഏഷ്യാനെറ്റിലെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മൗനരാഗത്തിലെ കാർത്തികയായി അഭിനയിക്കുന്ന വർഷയാണ് ഗസ്റ്റ്. നമസ്കാരം വർഷ. വർഷ, താങ്ക് യു. വർഷയല്ല, ഞാൻ സൂര്യ. കുഴപ്പമില്ല. എന്താണ് വർഷയുടെ ഫുൾ നെയിം എന്തായിരുന്നു? വർഷ ഇവാലിയ. അതെന്താണ് എനിക്ക് ആ പേര് ഇവാലിയ എന്നുള്ളൊരു പേര് കിട്ടാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. ആണല്ലേ? ഒറിജിനലി അങ്ങനെ തന്നെയാണ്, ഫേമസ് ആകുമെന്ന് വിചാരിച്ച് വീട്ടുകാരിട്ട പേരാണ്. അതുമല്ല, അല്ല, ആക്ച്വലി എന്റെ പേര് വർഷ രാജ് പി എന്നാണ്. അപ്പൊ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ശരിക്കും വർഷ രാജെന്നാവണ്ടായിരുന്നു. അല്ല, വർഷ രാജ് പി എന്നാണ് എന്റെ ഫുൾ നെയിം. അപ്പൊ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്താണല്ലോ പോപ്സിൻ അങ്ങനത്തെ ഓരോ പേര്, ലക്ഷയ് പോപ്സ്, അങ്ങനെ സൂര്യ കോപ്പിക്കോസ് ആയിരുന്നു. അങ്ങനത്തെ ഓരോ പേരല്ലേ? ആണല്ലേ? അപ്പൊ ഞാൻ ആ സമയത്ത് വർഷ നിക്കാമച്ചിന്നാക്കി. ഈ ആഫ്രിക്കക്കാരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്നായിരിക്കും. ഇല്ല, അവനൊരു ബന്ധം ഇല്ല എന്റെ അറിവില്. അപ്പൊ സ്കൂൾ ടൈമില്, കോളേജ് ടൈമില്, അപ്പൊ എന്റെ HOD വിളിച്ചു, ഇങ്ങോട്ട് വാന്ന് വിളിച്ചു. എന്താ സാർ എന്നോട് ചോദിച്ചു, എന്താ ഈ നിക്കാമച്ചിന്ന് ചോദിച്ചു. നിക്കാമച്ചല്ല, അമ്മച്ചി അമ്മച്ചിന്ന് വിളിച്ച് കളിയാക്കി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. അല്ല, എന്റെ HOD നെയിംസ് എന്ന് പറഞ്ഞ സാറ്. ഓ, അമ്മച്ചിയായില്ലേ, പേര് മാറ്റാം, ഇപ്പൊ ശരിയായി തരാ പറഞ്ഞിട്ട് ഇവാലിയാന്നാക്കി. എന്താണ് ഇവാലിയ? എന്താ സംഭവം? വെറുതെ ഇങ്ങനെ കിട്ടിയതാ? എവിടെയെങ്കിലും സെർച്ച് ചെയ്തിട്ട് കിട്ടിയതാ? എവിടെ സെർച്ച് ചെയ്തില്ല, ഇല്ല. പിന്നെ അത് എത്രയാ 8-10 കൊല്ലം കണ്ടായി ആ പേര് തന്നെ ഇങ്ങനെ ഇങ്ങനെ പോയി 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 പോയി. പിന്നെ ഞാൻ സീരിയൽ ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ ചിന്ന പിന്നെ മാറ്റാം, വർഷ രഘുരാജ് എന്നാക്കി, അച്ഛന്റെ പേരും കൂടി ചേർത്താന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് നോക്കുമ്പോ ഇവാലിയന്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. വർഷ, എനിക്കറിയില്ല, വർഷ ഇവാലിയന്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. എന്നാ പിന്നെ അവിടെ നിക്കട്ടെ, പിന്നെ എന്നാലും മാറ്റാന്ന്. അപ്പൊ ആരോ പറഞ്ഞ കൊള്ളാലോ പേര് ഇവാലിയ, കൊള്ളാം അല്ലെ? അല്ലല്ല, ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് മാറ്റിയത്. ഈ കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശത്ത് നിന്നാണോ വന്നത്? തീർച്ചയായിട്ടും. കോഴിക്കോടന്മാർ ഭ്രാന്തന്മാരാണോ? അങ്ങനെയല്ല, കോഴിക്കോടിന്റെ ഉൾഗ്രാമ പ്രദേശത്താണോ വന്നത്? ഞാനൊരു നാട്ടിൻപുറത്തുകാരിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതെ, തീർച്ചയായിട്ടും. അതെങ്ങനെയായിരുന്നു ആ ഒരു വരവ്? അടുക്കളയിൽ നിന്ന് ബിസിയായി പാചകം ചെയ്യുമ്പോൾ അത് കല്യാണം കഴിച്ച് ഉള്ളൊരു ജീവിതം, ജോലിക്കൊന്നും പോയിട്ടില്ലെങ്കിൽ സ്വതവേ എന്താണ്ടാവുക, രാവിലെ എണീക്കുന്ന, ഫുഡ് ഉണ്ടാക്കുന്ന, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, ഇതൊക്കെ തന്നെ. പിന്നെ സിനിമ, സീരിയൽ എന്നൊക്കെ പറയുന്നത് ഒരു ഇഷ്ടമുണ്ടായിരുന്നു പണ്ട് മുതലേ. അങ്ങനെയാണോ? അങ്ങനെയാണ് ഇതിലേക്ക്. ഈ ഗോഡ് ഫാദർ എന്നൊക്കെ പറയാൻ പറ്റിയ ആരാ പെട്ടെന്ന് നമുക്ക് ഈ സിനിമയിലും സീരിയലിലും ഒക്കെ ചാൻസ്? അതായത് ഗോഡ് ഫാദർ, അതായത് ചാൻസ് തന്നത് എനിക്ക് റോൺസൺ വിൻസൺ ആണ് എന്നെ സീരിയലിലേക്ക് കൊടുക്കുന്നത്. എന്റെ ഫോട്ടോ ബിഗ് ബോസിലൊക്കെ ഉള്ള അവനാണ് എന്റെ ഫോട്ടോ കാസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം മൗനരാഗത്തിന് വേണ്ടി. അപ്പൊ അതിനുശേഷം ജോസേട്ടൻ എന്ന് പറഞ്ഞ അതിന്റെ മെയിൻ ഹെഡ് ഏഷ്യാനെറ്റിലേക്ക് അയച്ചു കൊടുത്തിട്ട് എന്റെ ഫോട്ടോ അപ്രൂവ് ആയിട്ട് ഞാൻ പോയിട്ട് ചെയ്യുന്നത്. സൗന്ദര്യമുള്ള മുഖം കണ്ടാൽ അപ്രൂവ് ചെയ്യല്ലോ. പാടുന്ന എത്ര സമയം എടുത്തു ഇന്നത്തെ ഒരു മേക്കപ്പിന് വേണ്ടി? എന്ത് ചോദ്യാണ്? സൗന്ദര്യത്തിന്
നിന്റെ സൗന്ദര്യത്തിന് വെല്ലാൻ ആരുണ്ടെന്ന് ചോദിച്ച പോലെ ആയി പോയി ക്വസ്റ്റ്യൻസ് ഒക്കെ. എന്തായാലും ഒറിജിനലി ഉള്ള അങ്ങനെയൊന്നല്ല, പിന്നെ ഒറിജിനലി മേക്കപ്പ് ഇടും സാധാരണ. എന്നാലും എത്ര സമയം എടുക്കും നോർമലി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട്? നമ്മൾ ചെക്കന്മാർക്കൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ചെക്കന്മാരിന്റെ മേക്കപ്പിന്റെ കുറിച്ച് ആലോചിക്കാൻ നിൽക്കല്ലേ? അല്ല, അവരൊക്കെ പറയില്ലേ മറ്റേ പെൺപിള്ളേർ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ മറ്റേ എന്നൊക്കെ പറയില്ലേ, പിന്നെ പുട്ടി എന്ന് പറയൂലേ? അപ്പൊ ശരിക്കും എത്ര സമയം എടുക്കും നോർമലി? എന്തായാലും ഒരു 10-20 മിനിറ്റ് എന്തായാലും പിടിക്കും. ഈ ഏഷ്യാനെറ്റിലെ മൗനരാഗത്തിലെ കാർത്തിക അടിപൊളി റോളാണ്. ശരിക്കും ഈ വില്ലൻ കഥാപാത്രം ഒന്നല്ല, നമുക്ക് വില്ലൻ കഥാപാത്രം ആവുമ്പോ ഈ കാണുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇത് ഏതായി പെണ്ണ് ഇവൾ അടിക്കണം എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ അതല്ല, നമ്മൾ നായികയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ നെഗറ്റീവ് കിട്ടിയിട്ട് ഇപ്പം പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന്റെ ബെറ്റർ അല്ലേ, നല്ലതാണത്, വിജയാണ്. ഞാൻ എന്റെ അമ്മേന്റെ അടുത്ത് ചോദിച്ച് എങ്ങനെയാണ് ഈ മൗനരാഗത്തിന്റെ കുട്ടി ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഭയങ്കര പാവാട്ടോ, നമുക്ക് നായികേനൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോ ഞാൻ ചോദിച്ചു എന്താണ് ഇവരെ ക്യാരക്ടർ? അപ്പൊ പ്രകാശ് ചേട്ടന്റെ ആദ്യ ഭാര്യയുമോ? അതെ, ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടിയാണ്. പെട്ടെന്നുള്ളൊരു ട്വിസ്റ്റ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ. അതെ അതെ, പെട്ടെന്നുള്ളൊരു ട്വിസ്റ്റ്. വർഷക്ക് വേണ്ടി എഴുതിയതായിരുന്നു. അതെനിക്കറിയില്ല, അത് റൈറ്ററോട് ചോദിക്കാൻ. പക്ഷെ കിട്ടിയ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് കോൺഫിഡന്റ്. എവിടെയൊക്കെ കേട്ട ഒരു ജൂനിയർ മഞ്ജു വാര്യരാണെന്ന്. പോകുമ്പോ മിഠായി വാങ്ങിച്ചേരാട്ടാ. മിഠായിൽ ഒതുങ്ങില്ല. എങ്ങനെയായിരുന്നു ആ ജൂനിയർ മഞ്ജു വാര്യർ? സ്വയം വിളിച്ചാണോ? അല്ലേ? അല്ല, എനിക്ക് മഞ്ജു ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി എന്റെ റോൾ മോഡലാണ് ചേച്ചി. അപ്പൊ പിന്നെ ചില കമന്റ്സിലൊക്കെ വരും ജൂനിയർ മഞ്ജു വാര്യർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കേൾക്കുമ്പോ സത്യം ഞാൻ എന്നെ തന്നെ എനിക്ക് വയ്യ. അതാണ് സംഭവം. അത് എന്തുകൊണ്ടാണ്? നമുക്ക് മഞ്ജു ചേച്ചിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചില ആളുകൾക്ക് അഭിനയം കൊണ്ടാണ് മഞ്ജു ചേച്ചിനെ ഇഷ്ടം. പക്ഷെ ചില ആളുകൾക്ക് മഞ്ജു ചേച്ചി പിന്നീട് ലൈഫ് കെട്ടിപ്പടുത്ത ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട്. ഒരുപാടായിട്ടുള്ള സിംഗിൾ പാരന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെ സിംഗിൾ വുമൺ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മഞ്ജു വാര്യർ. വർഷ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താന്ന് വെച്ചാല് എനിക്ക് മഞ്ജു ചേച്ചിന്റെ അഭിനയം ഇഷ്ടമാണ്. പിന്നെ മഞ്ജു ചേച്ചിന്റെ ഒരു തിരിച്ചുവരവുണ്ടല്ലോ, അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു തിരിച്ചുവരവായിരുന്നു ലൈഫിൽ ഉണ്ടായത്? അതെ. എങ്ങനെയായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നു എന്നൊക്കെ. ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു എന്റെ കല്യാണം. ഒരു 19.5 വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു. ലവ് മാരേജ് ആയിരുന്നു? അല്ലല്ല, വെൽ അറേഞ്ച്ഡ് മാരേജ്. ചായ ഒക്കെ കൊടുത്ത് ഞാൻ കെട്ടിയതാണ്. പിന്നെ കല്യാണം കഴിഞ്ഞു. നാളെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല, അത് അവരെ പ്രൈവസി ആയിട്ട് അവര് പോട്ടെ. അപ്പം കല്യാണം കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, ലൈഫ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എവിടെയോ ഒരു നിമിഷം നമ്മള് വീട്ടിനുള്ളിൽ തന്നെ ആയിപ്പെടുക എന്നുള്ള, കല്യാണം കഴിക്കുന്ന ആ സമയത്തൊക്കെ നല്ല ഹാപ്പി മൊമെന്റ്സ്. 19.5 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. വളരെ ചെറിയ പ്രായം. ഇപ്പൊ ആലേക്കും വളരെ ചെറിയൊരു പ്രായം. കാരണം അന്ന് ഞാൻ ആർട്സ് കോളേജിലായിരുന്നു പഠിച്ചത്, JDT. അപ്പൊ എന്റെ സറൗണ്ട് ഫ്രണ്ട്സ് അധികം മുസ്ലിംസ് ആയിരുന്നു. അപ്പൊ എല്ലാരും കല്യാണം കഴിച്ച് പോകുമ്പോ എല്ലാരും പറഞ്ഞ് കല്യാണം കഴിച്ചാൽ നല്ല സുഖമായിരിക്കും, അടിച്ചു പൊളിക്കുക, ട്രിപ്പ് പോവുക. അപ്പൊ നമുക്കിപ്പം വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഒന്ന് വിടണം എന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് ചോദിക്കണം, അച്ഛനോട് ചോദിക്കണം, അമ്മനോട് ചോദിക്കണം, കല്യാണം കഴിഞ്ഞിട്ട് പോവാന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് പറയും അതിപ്പോ ആ കാട് തീർത്തിട്ട് വരണായിരുന്നു, ആ സംഭവമാണ്. അപ്പൊ എല്ലാവരുടെ ജീവിതത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, അതാണ് ഞാൻ പറയുള്ളൂ. എപ്പോഴായിരുന്നു അപ്പൊ ആ ഒരു റിയലൈസേഷൻ, എനിക്കിത് വേണ്ട അല്ലെങ്കിൽ എന്റെ ലൈഫ് വേറെയാണ് എന്നുള്ളൊരു തോന്നലൊക്കെ എപ്പോഴാ തുടങ്ങിയത്? അല്ല, എനിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫിലിമിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു, അഭിനയിക്കുക, ഡാൻസിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മള് കല്യാണം കഴിച്ച ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ ആ വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുക. പിന്നെ നമുക്ക് എന്തിനും, ഈവൻ ഒരു ഡ്രസ്സ് വാങ്ങിക്കാനാണെങ്കിലും എന്ത് സാധനം വാങ്ങിക്കാൻ നമ്മൾ ഒരാളോട് ചോദിക്കുക, നമുക്ക് എന്നെ സംബന്ധിച്ചോളം. പിന്നെ അതെനിക്ക് എന്തിനാണ്, അത് ഇത്ര എന്തിനാണ്, അതെന്തിനാണ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളൊക്കെ ഉള്ളിൽ തട്ടുന്നത്. അത് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ചില ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റക്ക് ആവാന്ന് പറയില്ലേ, അതേപോലെ ഇപ്പൊ സൂര്യനോട് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയാ എന്നുള്ളൊരു ഇത് പെട്ടെന്ന് ആ ഒരു ബാക്കിലേക്ക്. അതെ, തീർച്ചയായിട്ടും. എത്ര വർഷം ഉണ്ടായിരുന്നു അപ്പൊ? എത്ര വർഷം നീണ്ട ഒരു ദാമ്പത്യമായിരുന്നു? കുറച്ചു കാലം ഉണ്ടായിരുന്നു, ഞങ്ങളൊരു 7 വർഷം ഒരുമിച്ചായിരുന്നു. ഈ വർഷയുടെ നമ്മൾ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഒക്കെ പ്രൊഫൈൽ കാണുമ്പോൾ മകന്റെ കൂടെ ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ലാസ്റ്റ് കണ്ടത് മകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അതിനാണ് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു സിംഗിൾ മദർ അഭിനേത്രിയാണ്, ഒരു സൈഡ് നമ്മൾ ഈ അഭിനയത്തിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഉണ്ട്, മറ്റേ സൈഡ് നമ്മൾ അമ്മയാണ്. എങ്ങനെയാണ് ഇതൊരു ബാലൻസിങ്? എങ്ങനെയാ?
എനിക്ക് ഷൂട്ടില്ലാത്ത സമയത്ത് ഞാൻ എന്റെ മോന്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. ഞങ്ങൾ പുറത്തു പോകും, അടിച്ചു പൊളിക്കും. പിന്നെ ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ അമ്മയും അച്ഛനും ഹാൻഡിൽ ചെയ്യും. അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മോന് എന്നോട് പറയും, അമ്മ പോയി ചെയ്തിട്ടോ. അമ്മന്റെ ഡ്രീം അല്ലേ, ചെറിയ കുട്ടിയാണ്, 5 വയസ്സായിട്ടുള്ള മോന്. അവൻ പറയും അമ്മനെ ഇങ്ങനെ കുഞ്ഞു ടി വി കണ്ടാ പോരാ, വലിയ ടി വി പോയിട്ട് കാണണം, എനിക്ക് അതാ ഇഷ്ടം. ചെറിയ മോൻ അങ്ങനെ പറയുമ്പോ അവൻ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചോളം ആസ് എ മദർ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. മോൻ സപ്പോർട്ടാണ്. ഇപ്പൊ ആക്ടർ ആണോ മദർ ആണോ ഏറ്റവും കൂടുതൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുന്ന എവിടെയാണ്? അവന് വേണ്ട കാര്യങ്ങൾ അവന് ഇപ്പം പൈസ എന്ന് പറയുന്നത് ഒരു മൂല്യമല്ലേ, അത് വേണ്ടേ. അപ്പൊ എനിക്കിപ്പോ അവന് നല്ല കരിയറും നല്ല എഡ്യൂക്കേഷനും എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പണം വേണ്ടേ. അപ്പൊ എനിക്ക് നല്ല എന്റെ കരിയർ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അതും ബാലൻസ് ചെയ്ത് പോകും. എവിടെയാണ് ഈ കോഴിക്കോട്? എവിടെയാണ് വീട്? കക്കോടി. കോഴിക്കോടിനെ കുറിച്ച് പറയും. കോഴിക്കോട് എന്താപ്പം കിട്ടാത്ത നല്ല ഫുഡാണ് മെയിൻ. ഞങ്ങള് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. നമ്മള് പുറത്തെല്ലാം പോയിട്ട്, ഞാൻ കണ്ണൂരാണ്, അപ്പൊ നമ്മൾ പുറത്തു പോയിട്ട് ഈ മലബാർ സ്ലാങ്ങിലൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ ഇത് ഭാഷ എന്റെ അമ്മ കാര്യം പറഞ്ഞേ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ അജിനെ വിളിച്ചു, എന്തൊന്നു പറയുന്നേ? ഇത് നമ്മളെ അച്ഛൻ. നമ്മുടെ അജിൻ തന്നെ. നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞേ ഇത് ഇപ്പൊ ഞാൻ വീട്ടിൽ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ആ ഒരു ഭാഷയിൽ ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നതാ. അത് ചിലർ കളിയാക്കും, ചില ഇതൊക്കെ പറയുമ്പോ എന്താ പറയാ. ചിലപ്പോ ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും, അത് പറയണം. ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കണം. ഞാൻ അനങ്ങൂല, ഞാൻ പറയണ്ട എന്താന്ന് എനിക്ക് അറിയില്ല. ഇത് ഈ സീരിയലിൽ ഇത് ഭയങ്കര കോമഡി ആയിട്ടുണ്ടോ ഈ മലബാർ സ്ലാങ്? ചിലത് ഇപ്പൊ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ചിലത് പറയുമ്പോ എന്താ ഈ പറഞ്ഞ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ ഇനി ഒന്ന് അറിയും, പറഞ്ഞില്ലേ ഇനു. ചിലര് നമ്മൾ അറിഞ്ഞുകൊണ്ട് കളിയാക്കുന്ന. പിന്നെ ഉണ്ട്. ഇപ്പൊ എല്ലാ സ്ഥലത്തും അവരുടേതായിട്ടുള്ള ഒരു സ്ലാങ് ഉണ്ടാവും. പക്ഷെ മലബാർ എന്ന് പറയുമ്പോ ഇതെന്താ ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട്. ഇല്ല, ഞാന് ട്രിവാൻഡ്രാണ് ഷൂട്ട്. അപ്പൊ അവര് കുറച്ച് സ്പീഡ് പറയുമ്പോ നമുക്ക് മനസ്സിലാവില്ല. ഇല്ല, എനിക്ക് ഫസ്റ്റ് ഒന്നും തിരിയില്ല ഇനി. അപ്പൊ ഒരു എന്നോട് ചോദിക്കും, ഞാൻ നിങ്ങൾ എന്നോട് ചൂടാവുന്നതന്നെയാ. അപ്പൊ എന്നോട് ഇങ്ങനെ നോക്കൂ, ഞാനിപ്പോ എന്നോടൊന്നും ചൂടായി, അവരെന്തോ സ്പീഡ് പറയും, മെല്ലെ പറയുമെന്ന് ചോദിക്കും എന്നോട്. കുറച്ചൊന്നും മെല്ലെ പറഞ്ഞ് എനിക്ക് തിരിയുന്ന അറിയാം. എനിക്ക് തിരിയാനോ? ഞാൻ പറയാം ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് കാച്ചപ്പ് ആയിട്ട് നമ്മള് മറ്റേ വേസ്റ്റ് എടുത്ത് ചാടി എന്നൊക്കെ പറയുമ്പോ നമ്മള് ചാടി ഓടി പാഞ്ഞ് കീഞ്ഞിന്. ഓട്ടം തുള്ളൽ അറിയോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ല, ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓട്ടം തുള്ളൽ ചെയ്യുമെന്നാ ചോദിച്ചത്. ഞാൻ ഓട്ടം തുള്ളൽ പഠിച്ചുകൊണ്ടാണ് ഓട്ടം തുള്ളൽ സിനിമയിലേക്ക് എത്തിയത്. എന്തൊരു തമാശ. അല്ലടാ, ഓട്ടം തുള്ളൽ മൂവിയിലേക്ക് ഞാൻ കാസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു ഒഡീഷൻ, അതായത് സാറിനെ കണ്ടതാണ്. അജീഷ് എന്ന് പറഞ്ഞ കാസ്റ്റിംഗ് കോളിന്റെ ആളാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പൊ സാറിനോട് പറഞ്ഞ്, നീ മൗനരാഗം ചെയ്യുന്നില്ലേ? ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആണ്, നന്നായിട്ടുണ്ട്. അപ്പൊ സാറിന് അങ്ങനെ പറഞ്ഞു. സാർ എന്തിന്റെ ഓപ്പൺ ആയിട്ട് പറയും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോള് കോണ്ടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതില് ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യാൻ പറ്റും സാർ, എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാരക്ടർ ഉണ്ട് അത് കിട്ടി. ഈ സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് വന്ന് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ആശാശരത്തിനെയാ. അതുപോലെ ആശാശരത്ത് മാത്രല്ല, അല്ല, പുള്ളിക്കാരിയാണ് കുറച്ചുകൂടി നമുക്കൊരു കുങ്കുമപ്പൂ എന്നിട്ട് എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലിന് പെട്ടെന്ന് ദൃശ്യത്തിലേക്ക് വന്ന് അതുപോലെയൊക്കെ ഒരു ചേഞ്ച് ആവോ? അങ്ങനെ ആവട്ടെ. പ്രതീക്ഷിച്ചിരുന്നു അപ്പോ സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? ആഗ്രഹം മാത്രമായിരുന്നു അല്ലെങ്കിൽ? അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം നമ്മളിപ്പോ ശരിക്കും അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട്, ഞാൻ അത്യാവശ്യം അമ്പലവിശ്വാസിയാണ് എന്ന് വെച്ചിട്ട് ഒരുപാടല്ല, അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക, ഈശ്വര എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റണേ എന്നിട്ട് ഞാൻ തേങ്ങയൊക്കെ കൊണ്ടുപോയിട്ട് ഉടയ്ക്കും. ഞാൻ ഇതിന്റെ മുമ്പ് ഏതൊരു യൂട്യൂബ് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തേങ്ങയൊക്കെ ഉടയ്ക്കും. അപ്പൊ എന്നോട് ചോദിക്കും എന്തിനാ ഇങ്ങനെ ഉടയ്ക്കുന്നത്? നമുക്ക് ഒരാൾക്ക് വിശ്വാസം. അവർ എനിക്കിങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമായിട്ടാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഒരാളെന്നെ അന്ന് പറഞ്ഞു, നടക്കൂല്ലേ ഇങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്ന വരെ പറഞ്ഞിട്ടുണ്ട്. എന്താ വർഷയുടെ വിശ്വാസം കാരണോ? അതല്ല, എന്റെ സിനിമാ മോഹം ആയതുകൊണ്ട്. അപ്പം പക്ഷെ ദൈവം ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവാം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ കുടുംബത്തിൽ നടന്നു, നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും. അന്നേരം ദൈവത്തിന്റെ നിശ്ചയം പോലെ അത് ലൈഫ് അങ്ങോട്ട് ബ്രേക്ക് ആയി. ഇത് കഴിഞ്ഞോ? അതായത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോ സിനിമയുടെ?
ഷൂട്ടിംഗ് കഴിഞ്ഞ ഡബിങ് തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സീരിയൽ ആക്ടിങ്ങും സിനിമ ആക്ടിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ എങ്ങനെയായിരുന്നു? സീരിയൽ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഒരു 10 സീനൊക്കെ ചിലപ്പോൾ എടുത്തിട്ട് പോകും. രാവിലെ ഒരു 6 മണിക്ക് ഞങ്ങളിപ്പം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10-11 മണി, ചിലപ്പോൾ നൈറ്റ് പോകും, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ സിനിമയിൽ ഞങ്ങൾക്ക് ഒരു ദിവസമൊക്കെ കുറച്ച് സീൻസ് ഒക്കെ എടുക്കുള്ളൂ. അത് ഒരുപാട് വലിയ ഡയലോഗ് കാര്യങ്ങളൊക്കെ പ്രോംപ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ പറയും സീരിയലില്. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. ഞാൻ തലേന്ന് സ്ക്രിപ്റ്റ് ചോദിക്കായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ്, കാരണം വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡന്റ് വേണമല്ലോ. അപ്പൊ ഞാൻ വായിച്ച് ജസ്റ്റ് ഒന്ന് റെഫറൻസ് നോക്കി വെക്കും. ഓക്കെ, അപ്പൊ അവിടെ പോയിട്ട് നമ്മുടെ മൂമെന്റ്സും ഡയലോഗ് ഡെലിവറി ഒക്കെ അതിനനുസരിച്ചിട്ട് മെല്ലെ ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും. പക്ഷെ സീരിയലില് അങ്ങനെയല്ല, ഞങ്ങൾക്ക് പെട്ടെന്നെല്ലാം ചെയ്ത് തീർക്കണം. ഈ ആളുകള് ഈ സിനിമേനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, നാടകത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ കുറച്ച് ആളുകൾ പറയുന്നത് ഈ സീരിയല് ആ TV തല്ലിപ്പൊളിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സീരിയൽ കാരണം ജീവിതം കുളമായി, ദാമ്പത്യ ജീവിതം ഇല്ലാണ്ടായി. സീരിയലും ലൈഫും തമ്മിൽ കമ്പയർ ചെയ്താൽ അതെനിക്കൊന്നും ഒരു ആൻസർ ഇല്ല പറയാൻ. സീരിയലിന്റെ വഴിക്ക് വിടും. ഇപ്പൊ സിനിമയായിട്ട് കാണുന്നില്ലേ, അതേപോലെ സീരിയൽ. പക്ഷെ അങ്ങനെ കാണാത്ത ആളുകളുണ്ട്. ആളുകൾ പറയുന്ന സീരിയലാണ് ജീവിതം ഇല്ലാണ്ടായത്. അത് ഒരു നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. സീരിയലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സീരിയൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ ഈ ടോക്സിസിറ്റി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ? കലിപ്പായിട്ടുള്ള അമ്മായിയമ്മ, മറ്റേ എനിക്ക് ഉണ്ടാവായിരിക്കാൻ ചിലവരുടെ ലൈഫിൽ. ഞാൻ എന്റെ ലൈഫിൽ ഇപ്പൊ എടുത്ത് പറയുന്നില്ല, എന്റെ പേഴ്സണലിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഇപ്പൊ ഒരു വഴിക്ക് അവര് പോകുന്നു, ഞാൻ എന്റെ വഴിക്ക് പോകുന്നു. വെറുതെ എന്തിനാ അവരെയും കൂടി ഇതിലേക്ക് കൂട്ടി കുഴക്കുന്നേ? പക്ഷെ ഈ സിംഗിൾ ആയിരിക്കുന്ന ഈ ഒരു ഫേസ് എങ്ങനെയുണ്ട്? ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ ഇതുവരെ ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ നിന്റെ മുമ്പിൽ ഇരിക്കുകയല്ലേ, ഇപ്പൊ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആ ഒരു കല്യാണം കഴിഞ്ഞ ഒരു വർഷം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബന്ധം വേർപ്പെടുത്തണം, ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊരു വർഷമുണ്ട്. അതൊരു ടൈം പീരീഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു വർഷമുണ്ട്, അതൊരു തിരിച്ചുവരവായിരുന്നു. അതെങ്ങനെയായിരുന്നു ആ ഒരു തിരിച്ചുവരവ്? കാരണം ഞാൻ ഇത് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഇതുപോലെ ഉള്ള ഒരുപാട് പെൺകുട്ടികൾ, ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ നേരത്തെ 19 വയസ്സിലെ കല്യാണം കഴിഞ്ഞ, അതുപോലെ കല്യാണം കഴിക്കുന്ന വീട്ടുകാർ കല്യാണം കഴിപ്പിക്കുന്ന പെൺകുട്ടികൾ. അയ്യോ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വെറും കല്യാണം കഴിപ്പിക്കുക അല്ലെങ്കിൽ കുറെ ഗോൾഡ് കൊടുക്കുക, അതൊന്നല്ല. ആദ്യം കുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക. ഗോൾഡ് എന്ന് പറഞ്ഞ സാധനേ കൊടുക്കരുത്. എന്തിനാ ഗോൾഡ് കൊടുക്കുന്നേ? ലോണൊക്കെ എടുക്കുക, ഗോൾഡ് കൊടുക്കുക. ഞാൻ ഒട്ടും ആക്സെപ്റ്റ് ഇല്ല. കാരണം എന്റെ ലൈഫിൽ ഉണ്ടായ സംഭവമാണ്. ലോൺ എടുത്തൊന്നും കെട്ടിക്കരുത്, ഒരിക്കലും പാടില്ല. ഗോൾഡേ കൊടുക്കരുത്, ഒരു 5 പൈസ കൊടുക്കരുത്. വിദ്യാഭ്യാസം കൊടുക്കാൻ, നല്ല ജോലിയും കൊടുക്കുക, എന്നിട്ട് കല്യാണം കഴിക്കുക. അതും വേണമെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. എന്തിനാ വെറുതെ? അപ്പോ ചില ആളുകൾ ഇപ്പോഴും ആ ഒരു മാരേജ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അതിൽ സ്റ്റക്കാണ്. കാരണം വീട്ടുകാർ എന്ത് പറയും, നാട്ടുകാർ എന്ത് പറയും. ഇപ്പൊ ചിലപ്പോ കുട്ടി ഉണ്ടെങ്കിൽ തന്നെ ചിലവിനല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എനിക്ക് ആദ്യം ഉണ്ട്. നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാർ. ഞാനിപ്പോ അതിനെ കുറിച്ച് അത്ര ബോധമായിട്ടില്ല. ഒരു പറയുന്നവര് പറയട്ടെ, നമുക്ക് വായ മൂടിക്കെട്ടാൻ പറ്റൂലല്ലോ. ഈ നാട്ടുകാരെന്നെ തിരിഞ്ഞ അവളിപ്പോ ഇങ്ങനെയായിപ്പോയി അങ്ങനെ പറയും. ഇപ്പം എന്റെ സെപ്പറേഷൻ നടന്നപ്പം തന്നെ എങ്ങനെ നടന്ന കുട്ടിയായിരുന്നു, എന്ത് ഗ്രാൻഡ് ആയിട്ടാ കല്യാണം നടത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൊ എന്നെ കാണുമ്പോ ഇങ്ങനെ വെക്കും. ആരും എന്നെ മാളൂന്ന് വിളിക്കാം, മാളുവോ. ഇവര് കരയണോ ഞാൻ കരയണോ എന്നുള്ളതായിപ്പോ. എന്നിട്ട് ഇത് ഞാനിങ്ങനെ സ്റ്റെക്ക് എടുത്തില്ല. പറയട്ടെ. അപ്പൊ ഞാൻ അമ്മനെ നോക്കും. അമ്മ പറയും അത് പോടാ, ഞാൻ അത്ത് പോകും. ഇതിനെ കാണാനൊക്കെ ആയിട്ട് വന്നവരുണ്ടപ്പോ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പാർത്തൊക്കെ നോക്കും. നമ്മളെ വെറുതെ കുത്തി ഞാനെന്തോ എന്തോ കേസ് പെട്ടോ എന്തോ സംഭവം പോലെ എന്നെ ഇങ്ങനെയൊക്കെ വന്നു നോക്ക്. ഉണ്ടാവില്ല. പക്ഷെ ഈ നാട്ടുകാരൊക്കെ, മോളെ ഞാൻ സീരിയല് കാണലുണ്ട്, സിനിമ കാണലുണ്ട്, വീഡിയോസ് കാണലുണ്ട്, അടിപൊളി ഇട്ടോ മോളെ, നന്നായിട്ടുണ്ട്. ആ പറയുമ്പോ ഈ പറഞ്ഞ നാട്ടുകാരായാലും വീട്ടുകാരായാലും എല്ലാരും ഇവിടെ കൂടെ തന്നെ വരും. നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതായാൽ മതി. അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ സക്സസ് ആവും. വർഷയ്ക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യം ചേർത്ത് നിർത്തുന്ന അച്ഛനും അമ്മയും ഉണ്ടായതാണ് അല്ലെ? അച്ഛനും അമ്മയും എന്റെ മോന്. ആ ഒരു സമയത്ത്, ഈ സെപ്പറേഷൻ ആയ സമയത്ത് അച്ഛനും അമ്മയും തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു മെന്റൽ സപ്പോർട്ടിനൊക്കെ ഉണ്ടായിരുന്നത്? എന്റെ ഫാമിലി മുഴുവൻ ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, മാമന്മാര്, മാമിമാര്, പാപ്പന്റെ മക്കള്, വല്യച്ഛന്മാര്, ഏട്ടന്മാര്, അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ഇവരെല്ലാരും എന്റെ സർക്കിളിൽ തന്നെ എനിക്ക് സപ്പോർട്ട് ആയിട്ടുണ്ട്. പക്ഷെ എന്റെ കൂടെ തന്നെയുള്ള പല സിറ്റുവേഷനും പറയുന്നുണ്ട്, എനിക്കൊന്നുമില്ല വീട്ടുകാരെ സപ്പോർട്ട് ഉണ്ടല്ലോ. പക്ഷെ എന്റെ വീട്ടുകാർ എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ടെൻഷനാണ്, അതിൽ നിന്ന് എന്റെ കരിയർ നോക്ക്. അങ്ങനെ അയ്യോ ഇനിയിപ്പൊ എന്താ ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ആരും നിന്നില്ല.
നീ നിന്റെ ഡ്രീം ഫോക്കസ് ചെയ്, കൊറേ ആയില്ല അവിടെ നിൽക്കുന്നു, ഇനി നിന്റെ കരിയർ നോക്കുന്നു പറഞ്ഞു. ഇപ്പൊ ആയാലും എന്റെ വീട്ടുകാരെല്ലാരും സപ്പോർട്ടാണ്. ആ ഒരു സമയത്തെ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചന ഉണ്ടായിരുന്നോ, വേണോ വേണ്ടയോ, കൺഫ്യൂഷൻസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലേ ഒരൊറ്റ ഡിസിഷൻ തന്നെയായിരുന്നു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്? അല്ല, ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു എന്റെ, കാരണം എനിക്കൊരു ജോലി പോലും ഇല്ല. നമ്മള് പറയില്ല കയ്യിൽ 5 പൈസ എടുക്കാനുണ്ടോ എന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരില്ലേ, ആ സംഭവമായിരുന്നു. വീട്ടിൽ പോയ വീട്ടുകാർക്ക് ഒരു ബാധ്യതയാവുമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ മുന്നോട്ട് പോകുന്ന വരെ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ കുറെ നോക്കി പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. പറ്റൂല എന്ന് അത്ര ഉറപ്പായിട്ടാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത്. ആ ഒരു തീരുമാനം എടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നിരുന്നോ? കുറച്ചു കാലം ഞാൻ ആലോചിച്ചു, നല്ലോണം ഞാൻ ആലോചിച്ചു. കാരണം എനിക്കൊരു മോനുണ്ട്, അപ്പൊ ഇവൻ അച്ഛനും അമ്മയും വേണം. അപ്പൊ ഇവൻ കാണുന്നത് ഞങ്ങളെ വഴക്കാകുമ്പം അതും ഒരു ബുദ്ധിമുട്ടാണ്. അവന്റെ മുമ്പൊന്നും ഓരോ ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ അതിനെക്കാട്ടും നല്ലത് ഹാപ്പി ആയിട്ട് പോകുന്നതല്ലേ. അതെ, ഒരു കുട്ടിക്ക് ഒരു മെന്റൽ ട്രോമ അതിനെക്കാട്ടും ബെറ്റർ ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ അവന്റെ അച്ഛനെ കാണുന്നുള്ളപ്പം പോയിക്കോട്ടെ, അവർക്ക് ഇങ്ങോട്ട് വരുന്നുള്ളതാകുമ്പോ പോയിക്കോട്ടെ. പക്ഷെ എന്റെ ബോർഡർ ലൈനിലേക്ക് ആരെയും വരുത്താൻ സമ്മതിക്കില്ല. ശരിക്കും എത്രത്തോളം ഒരു സ്ത്രീക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി വേണം? തീർച്ചയായിട്ടും എന്തായാലും വേണം. അതെപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കല്യാണമല്ല ജീവിതം, കല്യാണം ലാസ്റ്റ് ഓപ്ഷനേ അല്ല. അത് നമ്മുടെ ജോലി, കയ്യിൽ കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ആവണം. പെൺകുട്ടികളോടൊപ്പം എന്താ പറയാനുള്ളത് വർഷക്ക്? കല്യാണം എന്നതല്ല നിങ്ങളെ ഒരു മെയിൻ എയിം. പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, എന്ന് വെച്ചിട്ട് വെറും പുസ്തകപ്പുഴാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ലൊരു ജോലി വാങ്ങിക്കുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക. ജീവിതത്തിൽ നല്ല നല്ല പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ, ഉണ്ടായിട്ടുണ്ട്. ഈ പ്രേമരോഗിയായിരുന്നു? പ്രേമരോഗി ഒന്നുമില്ല, പ്രേമം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോ പണ്ട് മറ്റേ ചാക്കോച്ചന്റെ ഒക്കെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ രക്തം കൊണ്ട് ഫാൻസ് കത്ത് എഴുതിയിട്ടുണ്ട്. എനിക്കതല്ല, എനിക്ക് ഇവിടെ ഒരുത്തന്നെ എഴുതിയിട്ടുണ്ട് വർഷാന്ന് എഴുതിയിട്ട്. ടാറ്റോ നടിക്കുക. അന്ന് ടാറ്റോ ഉണ്ടായിരുന്നു, എനിക്ക് അറിയില്ല. ആ സമയത്ത് മറ്റേ കോമ്പസ് വെച്ചിട്ട് വർഷാണോ, ആ ശരിക്കും എഴുതിയിട്ടുണ്ട്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോ, ഞാൻ പേരൊന്നും പറഞ്ഞില്ല, അവൻ 10ലായിരുന്നു. പുള്ളി കെട്ടിക്കൂടുമ്പോ അതെന്തിനാ അപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു വർഷാന്നൊക്കെ എഴുതിയിട്ട്. കൊറേ ചോക്ലേറ്റോ കൊണ്ടുതരും, പക്ഷെ ഞാൻ ചോക്ലേറ്റോ കഴിക്കായിരുന്നു. ചോക്ലേറ്റ് വാങ്ങും, ഞാൻ തിന്നും. എന്തിനാ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട, അപ്പൊ എന്റെ ഫ്രണ്ട്സ് പോയിട്ട് വാങ്ങിക്കും. അപ്പൊ അവരും കൂടെ തിന്നും, അവര് തിന്നുമ്പോ എനിക്കും തരും. ശരിക്കും അങ്ങനെ വർഷാന്നൊക്കെ എഴുതിയിട്ട് കണ്ടിട്ടും ഒരു വികാരം തോന്നിയില്ല? ഇല്ല, കാരണം എനിക്ക് എന്റെ ഏട്ടനെ പേടിയേ. ഏട്ടനും സെയിം സ്കൂളിൽ തന്നെ? അല്ലല്ല, ഓൻ എന്നെക്കാട്ട് സീനിയർ ആണ്. ഞാനും ഏട്ടന് 6 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഇവന് ഇന്ന് രാവിലെ കൊണ്ടാക്കും, കൂട്ടാനൊക്കെ വരും. ഞാൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടുവന്നു, അവന് വേറെ കണക്ഷൻ ഉണ്ട്. അത് പിന്നെ എനിക്ക് വലിയച്ഛന്മാരും കല്യാണം കഴിഞ്ഞോ? കല്യാണം അറിയാം. അല്ല, അപ്പൊ വലിയച്ഛന്മാരും വലിയച്ഛന്റെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും ഏട്ടന്മാരാ. അപ്പൊ ഹിറ്റ്ലർ മാധവൻകുട്ടി ആ സംഭവമാണ്. കാരണം എനിക്ക് ആരെ നോക്കാനും പറ്റൂല. ഇവനെ എവിടെ നിഖിലിന്റെ പെങ്ങളോ നോക്കണ്ട, ആ സംഭവമാണ്. ഞാൻ പറയും നേടിയ പോവോ സംഭവം, എവിടെ പോയാലും നിഖിലിന്റെ പെങ്ങള്.